സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ്. 676 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെ ഇന്ന് പത്രിക സമർപ്പിച്ചത്. 1181 പത്രികകളാണ് ആകെ സമർപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 26 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ആകെ പത്രികകളുടെ എണ്ണം 1467. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, അങ്ങനെ ചിത്രം വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ സമർപ്പിക്കപ്പെട്ട പത്രികകൾ ഉൾപ്പെടെ 2 കോപ്പികളൊക്കെ സമർപ്പിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും. എത്ര പത്രികകൾ എത്തിയിട്ടുണ്ട്? സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? പക്ഷേ നാളെ ഏതായാലും സൂക്ഷ്മ പരിശോധന നടക്കും. തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നാളെ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോഴായിരിക്കും ഏതൊക്കെ പത്രികകൾ സ്വീകരിക്കാം, തള്ളാം എന്നൊക്കെയുള്ളതിൽ അന്തിമ തീരുമാനമാകുക. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഗുരുവായൂർ BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ആ പത്രിക തള്ളിപ്പോവുകയാണ് അന്ന് ഉണ്ടായത്. ഈ പാർട്ടിയുടെ പേരും അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയുള്ള പിഴവായിരുന്നു അത് തള്ളിപ്പോകുന്നതിനൊക്കെ കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ സ്ഥാനാർത്ഥികളും വളരെ സസൂക്ഷ്മമാണ് ഈ പത്രികാ സമർപ്പണത്തിൻ്റെ ഈ വേള എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമെല്ലാം തന്നെ നമ്മൾ ഓരോ സ്ഥാനാർത്ഥികളെയും ബന്ധപ്പെടുമ്പോൾ അവർ ഇതിൻ്റെ തിരക്കിലായിരുന്നു. ഇന്നും ഇന്നലെയും ഒക്കെയായി ഈ തിരക്കുകളിലായിരുന്നു സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഏതായാലും ആ ഘട്ടം ഇതോടുകൂടി അവസാനിക്കുകയാണ്. നാളെ മുതൽ തിരക്കിട്ട പ്രചാരണങ്ങളിലേക്ക് ആണ് ഇനി നീങ്ങാൻ പോകുന്നത്. അത് മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാവരും ആ തരത്തിലേക്ക് നീങ്ങും. കൺവെൻഷനും അതോടൊപ്പം തന്നെ മറ്റ് വാഹന പര്യടനവും ഒക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നത്. ഒപ്പം തന്നെ വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ഈ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വത്തുവിവരങ്ങൾ അല്ലെങ്കിൽ കയ്യിലുള്ള പണം അതൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകാറുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും രാജീവ് ചന്ദ്രശേഖറിന്റെ അത്തരത്തിലുള്ള വിവരങ്ങൾ അതൊക്കെ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് നയിച്ചിരുന്നു. നാളെ മുതൽ ഏതായാലും സജീവ പര്യടനത്തിലേക്കും പ്രചാരണങ്ങളിലേക്കുമാണ് സ്ഥാനാർത്ഥികൾ നീങ്ങുന്നത്. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ചിത്രം വ്യക്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നുള്ള ആദ്യ സാങ്കേതികപരമായിട്ടുള്ള പരിപാടി അത് നീങ്ങുന്നു. നാളെ സൂക്ഷ്മ പരിശോധന നടക്കും. അതിനുശേഷം ഏതൊക്കെ മണ്ഡലങ്ങളിൽ എത്ര സ്ഥാനാർത്ഥികൾ, സംസ്ഥാനത്താകെ എത്ര സ്ഥാനാർത്ഥികൾ, അപരന്മാർ ഇതിൽ എത്ര പേരുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാം. മാർച്ച് 26 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി.